തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന മൂന്ന് മുന്നണികളും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും വോട്ടാകുമെന്നാണ് CPIM-ന്റെയും LDF-ന്റെയും പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വിധിയെഴുത്തുണ്ടാകുമെന്ന് UDF കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമിഫൈനലല്ല, തദ്ദേശപ്പ് ഒരു ഫൈനൽ തന്നെയെന്നുറപ്പിച്ചാണ് BJP കളത്തിലിറങ്ങുന്നത്. നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൂത്തുവാരി ഉജ്ജ്വലമായ ഒരു വിജയം, റെക്കോർഡ് വിജയമാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും. ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. വികസനം, വികസിത കേരളം, വികസിത കോർപ്പറേഷൻ, വികസിത മുനിസിപ്പാലിറ്റി, വികസിത പഞ്ചായത്ത്, ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ്. PV അൻവറുമായി സഹകരിക്കാൻ തയ്യാറെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. PV അൻവറുമായി പ്രാദേശികമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് MLA 24-നോട് പറഞ്ഞത്. സംസ്ഥാന UDF-ന്റെ കമ്മിറ്റി അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കും. പ്രാദേശികമായിട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തെന്നായിരുന്നാലും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ, തീർച്ചയായിട്ടും അൻവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും, നമ്മൾക്ക് പരിശോധിക്കും. UDF-ന്റെ തീരുമാനത്തിനനുസരിച്ച് UDF-ന്റെ എല്ലാ നയ പരിപാടികളും സമീപനങ്ങളും അംഗീകരിക്കാൻ അൻവർ തയ്യാറാണെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സഹകരിക്കുന്നതിൽ അതിലൊരു അലർജിയായി കണ്ടൊരു ആവശ്യമില്ലല്ലോ, അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.